FCRA അമെൻഡ്മെൻറ്റ് ബില്ലാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ്. ഇടത് വലത് കേന്ദ്രങ്ങൾ ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ന്യൂനപക്ഷങ്ങളുടെ മേലെയുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. ക്രൈസ്തവ സഭകളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിഷേധത്തെ തുടർന്ന് സഭയിൽ ബില്ല് അവതരിപ്പിച്ചില്ല എന്നതാണ് മനോരമയുടെ ഭാഷ്യം. ഈ വിഷയം പരമാവധി കത്തിക്കാൻ മനോരമ ആകുന്നത്രയും ശ്രമിക്കുന്നുണ്ട്. ഏപ്രിൽ 1-ാം തീയതിയിലെ പത്രത്തിൻ്റെ മുൻപേജിലും ഉൾപേജുകളിലും FCRA തന്നെയാണ് വിഷയം. ജോമി തോമസ് പറയുന്നത് വഖഫും FCRAയും ഒന്നാണ് എന്നാണ്. അതേപോലെ അന്നത്തെ പത്രത്തിൽ അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദവെയും എഴുതുന്നുണ്ട്. പക്ഷേ ഈ ദുഷ്യന്ത് ദവെ പറയുന്നത് രസകരമാണ്. അത് ഞാനൊന്ന് വായിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രൈസ്തവരുടേതും മുസ്ലിങ്ങളുടേതും ഉൾപ്പെടെയുള്ള സംഘടനകളുടേതടക്കം ഒട്ടേറെ നല്ല സ്ഥാപനങ്ങൾക്കെതിരെ ഈ വ്യവസ്ഥകൾ പ്രയോഗിക്കപ്പെടും എന്നതാണ് യഥാർത്ഥ പ്രശ്നം. അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടും. ഇന്നത്തെ അവസ്ഥയിൽ ജുഡീഷ്യറിയിൽ നിന്ന് ഇവർക്ക് സംരക്ഷണം ലഭിക്കുക എന്നതും പ്രയാസമാണ്. കാരണം കോടതികളും അത്ര ശക്തമല്ല. അതിനാൽ ഇപ്പോഴത്തെ ബിൽ വളരെ മോശം സൂചനകളാണ് നൽകുന്നത്. ഇത് പറയുന്നത് ആരാണ്? ഒരു പഴയ സുപ്രീം കോടതി അഭിഭാഷകനാണ് എന്നോർക്കണം. ഇത് ഒരു മുൻകൂർ ജാമ്യമാണ്. കോടതിയിൽ പോയാലും രക്ഷപ്പെടില്ല എന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യം. ഇനിയും ഒട്ടേറെ കാര്യങ്ങളിൽ ദുഷ്യന്ത് ദവെ അതിൽ പറയുന്നുണ്ട്. ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളായിട്ടാണ് എനിക്കത് തോന്നിയത്. ഏപ്രിൽ 2-ാം തീയതിയിലെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് തലക്കെട്ട് പിന്നോട്ടില്ല എന്നാണ്. അന്നത്തെ എഡിറ്റോറിയലും FCRA കുറിച്ച് തന്നെയാണ്. എന്നാൽ സത്യം എന്താണ്? FCRA ബില്ലിൻ്റെ പരിധിയിൽ വരുന്നത് ക്രൈസ്തവരും മുസ്ലിമുകളും മാത്രമാണ്. ഏറ്റവും കൂടുതൽ FCRA രജിസ്ട്രേഷൻ ഉള്ളത് ഹൈന്ദവ സംഘടനകൾക്കും NGOകൾക്കുമാണ്. എന്നിട്ടും അവർ ആരും കരയുന്നില്ല. എന്നാൽ കേരളത്തിലെ സഭാ നേതൃത്വങ്ങൾ കരയുകയാണ്. ന്യൂനപക്ഷ പീഡനം എന്നാണ് ഓമന പേര്. കൂടെ ഇടത് വലത് പക്ഷവും. ഇലക്ഷൻ ആയതുകൊണ്ട് 9-ാം തീയതി വരെ അവരുടെ കരച്ചിൽ തുടരുന്നതാണ്. എന്തുകൊണ്ട് സഭാ നേതൃത്വങ്ങൾ കരയുന്നു? ഒന്നാമത്തെ കാരണം, ഈ ബില്ലിലെ ഒരു പ്രൊവിഷൻ ഇങ്ങനെയായിരുന്നു: വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ഫണ്ടിൻ്റെ 50% വരെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആയിട്ട് ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ പുതിയ ബില്ലിൽ ഇത് 20% ക്യാപ്പ് ചെയ്തിരിക്കുന്നു. ചുരുക്കത്തിൽ 50% വരെ ആരോടും ചോദിക്കാതെ, ആരോടും പറയാതെ, ഒരു കണക്കും പ്രത്യേകിച്ച് കാണിക്കാതെ പുട്ടും കടലയും അടിച്ചുകൊണ്ടിരുന്നത് 20% ആക്കിയതാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി. ഉദാഹരണത്തിന്, ഒരു $2 ലക്ഷം ഇങ്ങനെ ഫണ്ട് വന്നു എന്ന് വിചാരിക്കുക. അതിൽ പകുതി $1 ലക്ഷം ചുമ്മാ അടിച്ചു മാറ്റാം. $50,000 കിട്ടിയാൽ പോലും ഇന്ത്യൻ രൂപയിൽ എത്രയായി എന്ന് ആലോചിക്കണം. ഇനി നിങ്ങൾ തന്നെ പറയൂ, എന്തിനാണ് ഈ 50% വരെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്? അപ്പോൾ എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്നുകൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? അത് ഞാൻ പറയാം. ജീവനക്കാരുടെ ചെലവുകൾ, ഭരണപരമായ കാര്യങ്ങൾക്കും മാനേജ്മെൻറ്റിനുമായി നിയമിച്ച ജീവനക്കാർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ അവർക്ക് നൽകുന്ന ശമ്പളം, കൂലി അല്ലെങ്കിൽ പ്രതിഫലം, ഒരു NGOയ്ക്ക് അല്ലെങ്കിൽ ഒരു ധർമ്മ സ്ഥാപനത്തിന് ഈ പറയുന്ന ജീവനക്കാർ ഒന്നും ഇല്ലാതെയാണോ അത് നടത്തുന്നത്? വിദേശ ഫണ്ടിന് വേണ്ടി മാത്രം ജീവനക്കാരെ ആരെങ്കിലും നിയമിക്കാറുണ്ടോ? അടുത്തത് ഓഫീസ് യൂട്ടിലിറ്റികളാണ്. വൈദ്യുതി, വെള്ളം, ടെലിഫോൺ, ഇൻ്റർനെറ്റ് എന്നിവയ്ക്കുള്ള ചെലവുകൾ, സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ചെലവുകൾ, ഓഫീസ് സ്ഥലത്തിൻ്റെ വാടകയും അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമുള്ള ചെലവുകൾ, അതുപോലെ ഓഫീസ് പ്രവർത്തനങ്ങൾ, പ്രിൻറ്റിങ്, സ്റ്റേഷനറി, ഓഫീസ് ഉപകരണങ്ങൾ എന്നിവയുടെ എല്ലാം ചെലവുകൾ, അതേപോലെ തന്നെ യാത്രാ ചെലവുകൾ, മാനേജ്മെൻറ്റ് ജീവനക്കാർക്കുള്ള ഗതാഗത യാത്രാ ചെലവുകൾ, നിയമപരവും പ്രൊഫഷണലുമായ ഫീസുകൾ, ഭരണപരമായ സഹായം, ഓഡിറ്റിംഗ്, അക്കൗണ്ടിംഗ്, FCRA റിട്ടേണുകൾ തയ്യാറാക്കുന്നതിനും സമർപ്പിക്കുന്നതിനുമുള്ള ചെലവുകൾ. ഇങ്ങനെ ഈ പറഞ്ഞ ചെലവുകളെല്ലാം ഇതിൽ വരും. ഈ പറഞ്ഞ ചെലവുകളെല്ലാം ഒരു NGOയ്ക്ക് അല്ലെങ്കിൽ ഒരു ധർമ്മ സ്ഥാപനത്തിന് ഇങ്ങനെ വിദേശ ഫണ്ട് കിട്ടിയാലും ഇല്ലെങ്കിലും ഏതൊരു സ്ഥാപനത്തിനും അത് ആവശ്യമാണ്. അപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ഈ 50% അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്നത്? ഒരു സംശയവുമില്ല, കൈയിട്ട് വരാൻ. അല്ലാതെ എന്തിനാണ്? ആ 50% ഇപ്പോൾ 20% ആക്കിയതിൻ്റെ കട്ടക്കലിപ്പിലാണ് സഭാ നേതൃത്വങ്ങൾ. എന്നാൽ നിങ്ങൾ തന്നെ പറയൂ, ഈ ചോദ്യങ്ങൾക്ക് ആരെങ്കിലും ഉത്തരം പറയുമോ? ക്രിസ്തീയ സഭകൾ ഓരോ വർഷവും വാങ്ങുന്ന ഫണ്ട് എത്രയാണ് എന്നൊന്ന് പുറത്തുവിടാമോ? അല്ലെങ്കിൽ പറയാമോ? ആ ഫണ്ട് എന്തു ചെയ്തു എന്ന് പറയാമോ? എവിടെ നിന്നാണ് ഈ ഫണ്ടൊക്കെ വരുന്നത് എന്നൊന്ന് പറയാമോ? ആരാണ് ഈ ഫണ്ടൊക്കെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത് എന്നൊന്ന് പറയാമോ? പോട്ടെ, ഇതൊക്കെ വിദേശത്ത് നിന്നും മൊബിലൈസ് ചെയ്യുന്നത് ആരാണ് എന്നുകൂടി ഒന്ന് പറയാമോ? പറയാൻ ഇത്തിരി കഷ്ടപ്പെടും. എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. റോമൻ കത്തോലിക്ക സഭയ്ക്ക് മാത്രം 17,29 ഏക്കർ സ്ഥലം ഇന്ത്യയിലുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തൊട്ടു താഴെ 2-ാം സ്ഥാനം
ഇപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങളുടെ കിടപ്പ്? ഇനി രണ്ടാമത്തെ കാരണം ഞാൻ പറഞ്ഞില്ലേ, അമൃതാനന്ദമയി മഠങ്ങൾ പോലെ വലിയ സംഭാവനകൾ സ്വീകരിക്കുന്ന ഹിന്ദു സംഘടനകളെല്ലാവരും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ടുകൾ വാങ്ങുന്നത് ഹിന്ദു സിഖ് സംഘടനകളാണ്. പക്ഷേ അവർക്കാർക്കുമില്ലാത്ത ഒരു ചൊറിച്ചിൽ എന്തിനാണ് സഭയ്ക്ക് മാത്രം? എന്തുകൊണ്ടായിരിക്കാം ഇത്? അപ്പോൾ എന്തോ കുഴപ്പമുണ്ട്, സാരമായ കുഴപ്പമുണ്ട്. ഇനി മൂന്നാമത്തെ കാരണം, ഇതൊരു ചെക്കാണ്. അത് സഭയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ അടുത്ത സമയത്ത് BJP പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി, അമിത്ഷായെ പോലെ ഒരു കാഞ്ഞ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഇലക്ഷൻ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ബില്ല് സഭയിൽ കൊണ്ടുവരുവാൻ തീരുമാനിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സഭയ്ക്ക് BJP വെച്ചൊരു ചെക്കാണ് എന്ന്. ബില്ലിപ്പോൾ മാറ്റിവെച്ചു, പക്ഷെ വരും ഇലക്ഷൻ കഴിയുമ്പോൾ. ഏറ്റവും ചുരുങ്ങിയത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എങ്കിലും ഒരു 40% കൂട്ടി കിട്ടണമെങ്കിൽ സഭാപിതാക്കന്മാർ കുഞ്ഞാടുകൾക്കിടയിൽ അവർക്ക് എത്രമാത്രം സ്വാധീനം ഉണ്ട് എന്ന് ഈ ഇലക്ഷനിൽ തെളിയിക്കേണ്ടി വരും. അതോ ഈ സ്വാധീനം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണോ എന്ന് ഈ ഇലക്ഷൻ തെളിയിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇതുവരെ കണക്കുകൾ പറയുന്നത് 20,000-ലധികം FCRA ലൈസൻസുകൾ ഈ രാജ്യത്ത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഈ ലൈസൻസ് ഹോൾഡേഴ്സിൽ എത്ര പേര് ഇതിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ട്? വളരെ കുറച്ചു പേർ മാത്രം. എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ കോടതിയിൽ പോകാത്തത്? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. അതറിയാവുന്നത് കൊണ്ടാണ് ദുഷ്യന്ത് ദവെ മനോരമയിൽ എഴുതിയത് ജുഡീഷ്യറിയിൽ നിന്ന് സംരക്ഷണം ലഭിക്കും എന്നത് പ്രയാസമാണ് എന്ന്. അതുകൊണ്ട് എനിക്കൊന്നു മാത്രമേ സഭാ നേതൃത്വങ്ങളോട് പറയുവാനുള്ളൂ, നിങ്ങളൊരു ചരിത്രപരമായ മണ്ടത്തരത്തിലേക്ക് പോകരുത്. ഓർക്കുക, കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതും CAA നടപ്പാക്കിയതും ട്രിപ്പിൾ തലാഖ് നിയമവിരുദ്ധമാക്കിയതുമൊക്കെ നടപ്പാക്കിയ ഒരു ഇച്ഛാശക്തിയുള്ള ആൾക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. എതിർപ്പുകളുണ്ടെങ്കിൽ ഈ രാജ്യത്ത് കോടതികളില്ലേ, അങ്ങോട്ട് പോകൂ. അതല്ലാതെ പാണ്ടിലോറി കാണുമ്പോൾ തവള മസിൽ പെരുപ്പിക്കുന്നത് പോലെ മസിൽ പെരുപ്പിച്ച റോഡിൻ്റെ നടുക്ക് കയറി നിൽക്കരുത്. ഇനി വിദേശ ഫണ്ടുകൾ ഇന്ത്യൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന ആശങ്ക ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ സർക്കാർ FCRA പോലുള്ള നിയമങ്ങൾ കർശനമാക്കുന്നതിലുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇത്. നേരത്തെ സൂചിപ്പിച്ച CAA സമരം, കർഷക സമരം, മണിപ്പൂർ വിഷയം, കാശ്മീർ വിഷയം തുടങ്ങിയവയുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇത്തരം ആശങ്കകൾ അന്നു മുതലേ ഉയർന്നു വന്നിരുന്നു. FCRAയുടെ പ്രധാന ലക്ഷ്യം തന്നെ വിദേശ ഫണ്ടുകൾ രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്കോ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അനാവശ്യമായ സ്വാധീനം ചെലുത്തുന്നതിനോ ഉപയോഗിക്കുന്നത് തടയുക എന്നതാണ്. CAAക്കെതിരായ പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളം ശക്തമായിരുന്ന സമയത്ത് ചില സർക്കാർ വൃത്തങ്ങളും അനുകൂലികളും ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വിദേശ ഫണ്ടുകളുടെ സ്വാധീനമുണ്ട് എന്ന് അന്നേ ആരോപിച്ചിരുന്നു. പ്രതിഷേധങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലും അവ സംഘടിപ്പിക്കുന്നതിലും ഒരു പ്രത്യേക ആഖ്യാനം പ്രചരിപ്പിക്കുന്നതിലും വിദേശത്ത് നിന്നുള്ള സംഘടനകൾക്ക് പങ്കുണ്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത് രാജ്യത്തിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കുവാനും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുവാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും ചില കേന്ദ്രങ്ങൾ അന്നേ വാദിക്കുന്നുണ്ടായിരുന്നു. അതേപോലെയാണ് കാർഷിക സമരം. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ ദില്ലിയുടെ അതിർത്തികളിൽ നടന്ന കർഷക സമരവും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഈ സമരത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടനകളുടെയും വ്യക്തികളുടെയും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് എന്നും ഇത് രാജ്യത്തിൻ്റെ പ്രതിച്ഛായയെ മോശമായി ചിത്രീകരിക്കുവാനും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുവാനും വേണ്ടിയാണെന്നും ഇന്ത്യൻ സർക്കാർ അന്നേ ആരോപിക്കുന്നുണ്ടായിരുന്നു. ചില വിദേശ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും ഖാലിസ്ഥാൻവാദികളുമായി ബന്ധമുള്ളവരും പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ധനസഹായം നൽകുന്നതിനും ശ്രമിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതേപോലെ മറ്റൊരു വിഷയമായിരുന്നു മണിപ്പൂർ വിഷയം. മണിപ്പൂരിലെ വംശീയ കലാപങ്ങൾ ഒരു ആഭ്യന്തര പ്രശ്നമാണെങ്കിലും ഇത്തരം സംഘർഷങ്ങൾ മുതലെടുത്ത് ചില വിദേശ ഏജൻസികൾക്ക് ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിദേശ മിഷണറി പ്രവർത്തനങ്ങൾക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും ഫണ്ടുകൾ എത്തുന്നത് പതിവാണ്. ഇത്തരം ഫണ്ടുകൾ പ്രാദേശികമായ സംഘർഷങ്ങളെ ആളിക്കത്തിക്കുന്നതിനോ ഒരു പ്രത്യേക വിഭാഗത്തിന് അനുകൂലമായ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്നതിനോ ദുരുപയോഗം ചെയ്യപ്പെടാമെന്ന സംശയം സർക്കാരിനുണ്ട്. ഇത് മേഖലയിലെ സ്ഥിരതയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ട്. കാശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വിഷയമാണ്. പതിറ്റാണ്ടുകളായി ഈ വിഷയത്തിൽ വിദേശ ഫണ്ടുകളുടെ ഇടപെടൽ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുമുണ്ട്. വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനും ചില വിദേശ രാജ്യങ്ങളും സംഘടനകളും ഫണ്ടുകൾ എത്തിക്കുന്നുണ്ട് എന്ന് ഇന്ത്യ നിരന്തരം ആരോപിക്കുന്നു. ഈ ഫണ്ടുകൾ പ്രാദേശിക യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുവാനും
അക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കപ്പെടുന്നു എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. FCRA നിയമങ്ങൾ കാശ്മീരിലെ വിദേശ ഫണ്ട് ഒഴുക്ക് നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വളരെ നിർണായകമാണ് എന്ന് സർക്കാർ കരുതുന്നു. നമുക്കറിയാം, കൂടംകുളം ആണവോർജ്ജ നിലയത്തിനെതിരെ നടന്ന സമരത്തിൽ വിദേശ ഫണ്ടുകൾ ലഭിക്കുന്ന NGOകളുടെ സാന്നിധ്യവും അവരുടെ പങ്കും വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഈ വിഷയം അന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുകയും അന്ന് ചെയ്തിരുന്നു. കൂടംകുളം പദ്ധതിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ചും സെൻറ്റ് പോൾസ് പള്ളി കേന്ദ്രീകരിച്ച് നടന്ന പ്രക്ഷോഭങ്ങൾക്ക് വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നു. ആണവോർജ്ജ പദ്ധതികൾ രാജ്യത്തിൻ്റെ വികസനത്തിന് അനിവാര്യമാണെന്നും എന്നാൽ ചില വിദേശ ശക്തികൾ ഇന്ത്യയുടെ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നതിന് ഇത്തരം ഫണ്ടുകൾ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് സർക്കാർ വാദിച്ചു. കൂടംകുളം സമരം പോലെയുള്ള സംഭവങ്ങൾ വിദേശ ഫണ്ടുകൾ NGOകൾ വഴി ആഭ്യന്തര രാഷ്ട്രീയത്തിലും വികസന പദ്ധതികളിലും അനാവശ്യമായി ഇടപെടുന്നു എന്ന സർക്കാരിൻ്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന കാരണമായി. ഇത് FCRA നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിനുള്ള ഒരു പ്രേരണയായി മാറുകയും ചെയ്തു. എന്നാൽ പ്രതിഷേധക്കാർ തങ്ങൾ വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നില്ലെന്നും തങ്ങളുടെ ആശങ്കകൾ പ്രാദേശികവും യഥാർത്ഥവുമാണ് എന്നും ആണവോർജ്ജ നിലയത്തിൻ്റെ സുരക്ഷയും പാരിസ്ഥിതിക ആഘാതങ്ങളുടെയും കുറിച്ചുള്ള തങ്ങളുടെ ഭയപ്പാടുമാണ് തങ്ങളെ നയിക്കുന്നത് എന്നും വാദിച്ചിരുന്നു. ഈ സംഭവം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലും വികസന പദ്ധതികളിലും വിദേശ ഫണ്ടുകൾക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താനാകും എന്നതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾക്ക് ഒരു പ്രധാന ഉദാഹരണമായി ഇന്നും നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള ആശങ്കകൾ തന്നെയാണ് FCRA പോലുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.